അതായത് വാജ്പേയി ഗവൺമെൻറ് സുബ്രഹ്മണ്യം കമ്മിറ്റിയെ വെച്ചിരുന്നു. അതൊരു വലിയ ഡിഫൻസ് എക്സ്പേർട്ടായിരുന്നു. അപ്പം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യയുടെ വലിയൊരു ശതമാനം ഡിഫൻസിൻ്റെ പ്രോഡക്റ്റുകൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പം അത് പറഞ്ഞ 2000-ലെ കാര്യമാണ് പറയുന്നത്. അതിനൊക്കെ ശേഷം എത്രയോ മാറി. അപ്പോൾ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രധാനമന്ത്രി മോദി വന്ന ശേഷം മുൻ എയർ ചീഫ് മാർഷൽ ടിപ്പനീസ്, അദ്ദേഹം വലിയൊരു ഓപ്പറേഷൻ്റെ ആളാണ്. അത് ഒരു അതിമിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു ടിപ്പനീസ്. അപ്പം അയാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിലെ 2 എക്സ്പേർട്ടുകൾ എന്ന് പറയുന്ന ഈ റഫേൽ, അതായത് ഇസ്രായേലി കമ്പനികളുടെ ആളുകളുണ്ടായിരുന്നു ആ കമ്മിറ്റിക്കകത്ത്. കാരണം അവരുടെ റെക്കമെൻഡേഷൻ മേടിച്ചു. അപ്പോൾ അവരെല്ലാം കൂടെ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റവും നമ്മുടെ എക്യുപ്മെൻസും നമ്മുടെ ഏവിയോണിക്, നമ്മുടെ എയർക്രാഫ്റ്റ്, ഇതെല്ലാം കൂടെ ഇത് വാല്യുവേഷൻ ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ഒരു പുതിയ ലോകത്തിൻ്റെ വാർഫെയറിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, എല്ലാം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചില എക്യുപ്മെൻറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യണം, മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് അത് മാറ്റണമെന്ന് പറഞ്ഞു. അവർ വളരെ ഓണസ്റ്റായിട്ട് ഒപ്പീനിയൻ കൊടുത്ത്. അപ്പം അതിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രി മോദി പെട്ടെന്ന് റഫേൽ വാങ്ങുന്നു, മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്.